ബന്ദികളുടെ മോചനവേളയിൽ പ്രതിഷേധം നടത്തുന്നതിനെ വീണ്ടും വിമർശിച്ച ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി. ഇന്നലെയും ഇസ്രായേൽ ബന്ദികളുടെ മോചനവേളയിൽ പലസ്തീനികൾ തടിച്ചുകൂടി പ്രകടനം നടത്തിയിരുന്നു. ബന്ദികളുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന നീക്കത്തിനെതിരെ റെഡ് ക്രോസ് എതിർപ്പ് ആവർത്തിക്കുന്നു. ബന്ദികളുടെ മോചനവേളയിൽ പലസ്തീൻ ആൾക്കൂട്ട പ്രകടനം നടത്തുന്നതിനെ വീണ്ടും വിമർശിച്ച് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി. കഴിഞ്ഞ തവണയും ബന്ദികളുടെ മോചനവേളയിൽ പലസ്തീനികൾ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ബന്ദികളുടെ കൈമാറ്റം മാന്യവും അന്തസ്സോടുകൂടിയായിരിക്കണമെന്ന് റെഡ് ക്രോസ് വീണ്ടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണയും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബന്ദികളുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം കൈമാറ്റമെന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നേരത്തെ വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ വിമോചന വേളയിലും സമാന പ്രശ്നം റെഡ് ക്രോസ് ഉന്നയിച്ചിരുന്നു. വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് അന്ന് അവരെ തിരിച്ച് ഇസ്രായേലിൽ എത്തിച്ചത്. ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളെ ഏറ്റുവാങ്ങി ഇസ്രായേൽ സേനയ്ക്ക് കൈമാറുന്നത് റെഡ് ക്രോസ് ആണ്. യുദ്ധഭൂമിയിൽ ബഹുഭൂരിപക്ഷം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതും റെഡ് ക്രോസ് തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.